ഹായ് നമസ്കാരം, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പം എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അതായത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾ കാണുന്നത് എന്തെന്നാ വ്യാഴാഴ്ച ആയിരിക്കും. അപ്പോൾ നോമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ബുധനാഴ്ച. അപ്പം ഞാൻ രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അവർക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ചായം ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് ഒരു ഈവനിങ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ ഇതൊരു കുഞ്ഞു വീഡിയോ അല്ല കേട്ടോ, കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ വൈകുന്നേരത്തെ തൊട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഞാൻ ഇലയട ഉണ്ടാക്കാനായിട്ടാണ് വിചാരിച്ചത്. ഞാൻ ഇതിന് മുമ്പ് ഇലയടയുടെ മാത്രമായിട്ട് റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇലയട ഉണ്ടാക്കാനായിട്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു പരുവില്ലേ, ആ ഒരു പാകത്തിനാട്ടോ ഞാൻ മാവ് കുഴച്ചെടുത്തത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഉണ്ട്, തിളച്ച വെള്ളം ഉണ്ടോ ഞാൻ ഒഴിച്ചത് ഇത് മാവ് കുഴയ്ക്കാനായിട്ട്. പിന്നെ അതിന് ഞാൻ ശർക്കരയും തേങ്ങയും ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സില്ലേ, അതുണ്ടാക്കാനായിരുന്നു ഫസ്റ്റ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഞാൻ ശർക്കര എടുത്ത് പിന്നെ അതിൽ കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചത്. പിന്നെ ഏലക്കയും ഇതിൻ്റെ ഒപ്പം തന്നെ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ ചിരവിയെടുത്തത്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് തേങ്ങ ഒരു പാനിൽ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ശർക്കരപ്പാനി അരിച്ച് വെച്ചിട്ടുണ്ടായി. മണ്ണപ്പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ ശർക്കരപ്പാനി തേങ്ങയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ചൂടാക്കി എടുക്കുന്നത്. എനിക്കറിയില്ല ഇത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കണേന്ന്. സാധാരണ ശർക്കരപ്പാനി നൂൽപ്പരുവൊക്കെ നോക്കി അതെനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഞാൻ ശർക്കരപ്പാനിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ശരിയായി കിട്ടാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഹാർഡായിട്ടാണ് കിട്ടാറുള്ളത്. പിന്നെ പൊടിഞ്ഞ് പോണ പോലെയൊക്കെയാണ് ആയി കിട്ടാറുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തെ പണി ചെയ്യാറില്ല. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് കൂടുതലായി തോന്നണമെങ്കിലും ഞാനും വിചാരിച്ചിരുന്നു കേട്ടോ അറിയാം, ഇത് ഭയങ്കരമായിട്ട് കൂടിപ്പോയല്ലോ, ഇത് ശരിയാവുമോ എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ 2-3 പ്രാവശ്യം ഞാൻ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ നല്ലോണം ശർക്കരപ്പാനി ഉണ്ടല്ലോ അതിൽ തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി വന്നോളൂ ലാസ്റ്റ്. അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ ആ പരുവത്തിൽ നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. അതോർത്ത് പേടിക്കേണ്ട, ആ വെള്ളം പോലെ ആയാലോ എന്നോർത്ത് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ പേടിച്ചു പോയായിരുന്നു കേട്ടോ. അയ്യോ ഇനി ഇതെന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് വെള്ളമൊക്കെ നല്ലോണം ശർക്കര നന്നായിട്ട് വറ്റിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരിയായി എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ ഒരു വാഴയിലൊക്കെ പോയി എടുത്തോ. എന്നിട്ട് നമ്മുടെ മാവ് കുഴച്ചിട്ടില്ലേ അത് ഇലയിൽ ഇങ്ങനെ വട്ടത്തിൽ പരത്തി കൊടുക്കുക കൈ കൊണ്ട് തന്നെ. അതിനുശേഷം ഞാൻ തേങ്ങ മിക്സ് ഉണ്ടല്ലോ, തേങ്ങ ശർക്കരയുടെ മിക്സ് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഇല എന്നിട്ട് കുറച്ച് ഭയങ്കര ഇത് കൂടിപ്പോയിട്ടോ, ഇലയുടെ വലിപ്പം കൂടുതലായിപ്പോയി. അപ്പം ഞാനത് ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതേപോലെ ഒരു വലിപ്പത്തിലാക്കി എടുത്തു. അങ്ങനെ കുറച്ച് ഒരു 3-4 അത്രയും വേണ്ടിയുള്ളൂ കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ഞാൻ ചെയ്ത് വന്നപ്പോൾ. പിന്നെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ തന്നെയല്ലേ കഴിക്കുക, അപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ. കറക്റ്റ് അളവൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ചിലതിൻ്റെ വലുതാവും, ചിലത് ഭയങ്കര ചെറുതാവും. അപ്പം ഞാനിത് വേവിക്കാൻ വെച്ചിട്ടോ. അതിന് ശേഷം കുറച്ച് ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഞാൻ കുറച്ച് കടലമാവാണ് എടുത്തേക്കുന്നത്. കടലമാവിൻ്റെ ഒരു 2 ടീസ്പൂണോളം ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടി ഉണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ മസാലകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. പക്ഷേ അത് കുറച്ച് അബദ്ധമായിപ്പോയി, വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടുതലായിപ്പോയി. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിരുന്നത് ഈ നമ്മുടെ സവാളില്ലേ, അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തേക്കുന്നത് നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ കൈ കൊണ്ട് തന്നെ വെച്ച് തിരുമ്മി വിടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സവാള മസാലക്കൂട്ടിലിട്ട് നല്ലോണം കുഴയ്ക്കണതായിരുന്നു കേട്ടോ. മിക്സ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു പോയത് പറഞ്ഞാൽ കുറച്ച് ലൂസായിപ്പോയി മിക്സ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കടലമാവ് ഇതിൽ ചേർത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലെ അധികം കട്ടിയല്ലാണ്ട് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ആ സവാള ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ പാകം നോക്കി കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനത് ഓർത്തില്ല, അറിയാണ്ട് അങ്ങനെ പറ്റിപ്പോയതാണ്. കുറച്ച് വെള്ളം തന്നെ ആദ്യം ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ആകെ മാവ് ലൂസായിപ്പോയി. പിന്നെ പൊടിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പ്രശ്നം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ സവാള ഉള്ളി ബജിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ സമയത്ത് തന്നെ ആട ഉണ്ടല്ലോ, ഇലട, അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നന്നായി വേവിച്ചിട്ടുണ്ട്. ഒരു വിധം 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക അടുപ്പത്ത് വെച്ചിട്ട്. ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ വെച്ചത്. അങ്ങനെ അപ്പോൾ ഇലടയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയായിരുന്നു കേട്ടോ ഇലടയും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള മിക്സും അതെ, നല്ല യാതൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒലിച്ചൊന്നും പോയൊന്നുമില്ല, കണ്ടില്ലേ, കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. പിന്നെ ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചായ ഉണ്ടാക്കാൻ എനിക്ക് ഇലട ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ശർക്കരപ്പാനി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി. അതിന് ശേഷം റവ കാച്ചിയതാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ പാല്, ഞാൻ 1.5 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കേട്ടോ വെച്ചേക്കുന്നത്. അതിൻ്റെ ഒപ്പം അത് ചൂടായി വന്നപ്പോൾ തന്നെ 2 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റവ അടി പിടിക്കുക. ഇപ്പോൾ നമുക്ക് വെള്ളം പോലെയല്ലേ തോന്നുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ റവ കുറച്ചൊന്ന് കുറുകി വന്നോളും. ഇത് കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ റവ കുറുകിക്കോളും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് റവ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ റവ കാച്ചിയത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇതിൽ കുറച്ച് നെയ്യാണ് കേട്ടോ. നെയ്യിൽ നമ്മൾ കശുവണ്ടി, കിസ്മിസ് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വറുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഫസ്റ്റ്. അതിന് നമ്മൾ ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കിസ്മിസൊക്കെ ആയാലും കുറച്ചാണ് ഇട്ട് കൊടുത്തത്. എനിക്കിത് അത്ര ഇഷ്ടമല്ല കേട്ടോ ഇതിൻ്റെ ഒപ്പം കടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത്. നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നെയ്യിൽ താളിച്ചിട്ട് കൊടുക്കേണ്ടതാണ് എപ്പോഴും ടേസ്റ്റ് എന്തായാലും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചായ കുറച്ച് ശർക്കരപ്പാനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശർക്കര ചായ ഉണ്ടാക്കിയത്. ശർക്കര ചായയിൽ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്ത് പിന്നെ ചായപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചായ എല്ലാം റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചായ, പിന്നെ നമ്മുടെ ഇലട, പിന്നെ ഉള്ളി ബജി, അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചത് സമൂസ മേടിച്ചായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ സമൂസ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പം എപ്പോഴും പറയണ പോലെ തന്നെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കമൻറ്റും ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്.